നമ്മുടെ അയൽ രാജ്യമായ ചൈന ഇന്ത്യയെക്കാട്ടിലും സാമ്പത്തിക രംഗത്തും ആയുധ പ്രതിരോധ രംഗത്തും ഒരു പടി മുന്നിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇന്ത്യയും അത്ര മോശമൊന്നുമല്ല എന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എവിടുന്നാണ് ചൈനയ്ക്ക് ഇന്ത്യയെക്കാളും മുന്നേറാനുള്ള കാശ് വരുന്നത്? ചൈനയും ഇന്ത്യയും ഏകദേശം ഒരുപോലെ തന്നെ ജനസംഖ്യയുള്ള രാജ്യങ്ങളാണ്. ഒരുപക്ഷെ ചൈനയെ ഇന്ത്യ ഒരു ഘട്ടത്തിൽ മറികടക്കുക പോലും ചെയ്തിരിക്കും. അത് ജനസംഖ്യയുടെ കാര്യത്തിലാണ്. എന്നാൽ ചൈന എപ്പോഴും തങ്ങളുടെ ജനസംഖ്യയാണ് അവരുടെ ശക്തിയായി എടുത്തു മുന്നേറുന്നത്. അതായത് ചൈനയിൽ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ അവർ അത് പുറത്തുനിന്നല്ല മേടിക്കുന്നത്, അവർക്കകത്തു നിന്ന് തന്നെ അവർ അത് ഉണ്ടാക്കും. അതായത് ചൈനയിൽ 145 കോടി ജനങ്ങളുണ്ടെങ്കിൽ ആ 145 കോടി ജനങ്ങൾക്കുമുള്ള ആവശ്യങ്ങൾ നേരിടാനുള്ള സാധനങ്ങൾ അവർ അതിനുള്ളിൽ തന്നെ ഉണ്ടാക്കും. അവരത് കയറ്റി അഴിക്കും. അത് ഒരു മൊട്ടുസൂചിയാണെങ്കിൽ പോലും അങ്ങനെ തന്നെ. ഒരുപക്ഷെ നമ്മൾ ഇന്ത്യക്കാർ കൊടുക്കുന്ന പണം കൊണ്ടാണ് ചൈന ഇന്ത്യക്കെതിരെ തിരിച്ചടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട യാതൊരുവിധ കാര്യവുമില്ല. ഇന്ത്യ ചൈന അതിർത്തിയിൽ പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ചൈനയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് രാജ്യമാകെ ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും ചൈന വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മുടെ യുവാക്കൾ എന്താണ് ചെയ്യുന്നത്? ചൈനയുടെ യുവാക്കൾ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം രാജ്യത്തിന് വേണ്ടി കൃത്യമായി ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ യുവാക്കൾ ചൈനീസ് ആപ്പുകളിൽ അവരുടെ ജീവിതം ഹോമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം ടിക്ടോക്ക് തന്നെ. ടിക്ടോക്കിൽ ജീവിതം ഹോമിക്കുന്ന കൗമാരക്കാരെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെ ചൈനയുണ്ടാക്കി പുറത്തുവിട്ട എത്രയെത്ര ആപ്പുകളാണ് നമ്മളുടെ അടക്കം ഫോണുകളിൽ ഉള്ളതെന്ന് നമുക്ക് തന്നെ അറിയില്ല. അതിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന വരുമാനവും ഡാറ്റയും എത്രത്തോളം വലുതാണെന്നും നമുക്ക് യാതൊരു നിശ്ചയവുമില്ല. എങ്കിലും നമ്മൾ മണ്ണുണ്ണികളെപ്പോലെ ചൈന തുറന്നുവിട്ട ഈ ആപ്പുകളെല്ലാം ഉപയോഗിച്ചു കൊണ്ടിരിക്കും. എന്നാൽ ഇതിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാങ്ചുക് എന്ന ഇന്ത്യയുടെ ഒരു സംരംഭകൻ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ചൈനയുടെ ആപ്പുകളെല്ലാം നമ്മൾ ബഹിഷ്കരിച്ചാൽ തന്നെ ഈ രാജ്യത്തിൻ്റെ ഹുങ്ക് പകുതി നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. കാരണം ഇന്ത്യയുടെ ജനസംഖ്യ അത്രത്തോളമാണ്. ചൈനയ്ക്ക് ഇന്ത്യ വലിയ ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇന്ത്യൻ ജനങ്ങൾ ഒരുമിച്ച് ചൈനീസ് ആപ്പുകളും ചൈനീസ് വസ്തുക്കളും ബഹിഷ്കരിച്ചാൽ തന്നെ ചൈനയുടെ നടുപൊടിയുന്ന സാഹചര്യം സംജാതമാകും. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി പോകുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾ ഇന്ത്യക്കാർ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്നും ആഹ്വാനമുണ്ട്. ഇത് നമ്മുടെ കൗമാരക്കാർക്ക് ഹൃദയാഘാതം ഉണ്ടാക്കുമെങ്കിലും രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നല്ലത് ചിന്തിക്കുന്ന കൗമാരക്കാരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിന് പിന്നാലെ ജയ്പൂരിലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി പുറത്തിറക്കിയ ആപ്പാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത്. റിമൂവ് ചൈന ആപ്സ് എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. അതായത് 2 ആഴ്ചയ്ക്കുള്ളിൽ 10 ലക്ഷം പേരാണ് ഇത് ഡൗൺലോഡ് ചെയ്ത് ഈ ആപ്പിനെ വൈറലാക്കിയത്. വൺ ടച്ച് ആപ്പ് ലാബ്സ് എന്ന കമ്പനി വികസിപ്പിച്ചെടുത്ത ഈ ആപ്പ് ഉപയോക്താക്കളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ചൈന നിർമ്മിത ആപ്ലിക്കേഷനുകളെല്ലാം തന്നെ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിനുള്ള UI നൽകുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ഫോണിൽ ഒരു ചൈന ആപ്പ് പോലും അവശേഷിക്കില്ല എന്ന് സാരം. മെയ് 17 ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവൻ വന്നത്. നിലവിൽ പ്ലേ സ്റ്റോറിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യുന്ന സൗജന്യ ആപ്പുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇത്. തൊട്ടുപിറകെ കുടിയന്മാരുടെ സ്വന്തം ആപ്പായ ബെവ്ക്യൂവും ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇന്ത്യൻ സംരംഭകൻ സോനം വാങ്ചുക് കഴിഞ്ഞ ആഴ്ച ആഹ്വാനം ചെയ്തിരുന്നു. ഈ ആഹ്വാനം ഇന്ത്യ മുഴുവൻ ട്രെൻഡിംഗ് ആയി തുടരുകയാണ്. ആരാണ് സോനം വാങ്ചുക് എന്നറിയാമോ? നിങ്ങൾ 3 ഇഡിയറ്റ്സ് സിനിമ കണ്ടിട്ടുണ്ടോ? 3 ഇഡിയറ്റ്സ് സിനിമയിൽ ആമിർ ഖാൻ അവതരിപ്പിച്ച കഥാപാത്രം സോനം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്തതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ചൈനീസ് സോഫ്റ്റ്വെയറുകളും 1 വർഷത്തിനുള്ളിൽ ചൈനീസ് ഹാർഡ്വെയറുകളും ഒഴിവാക്കണമെന്നാണ് മഗ്സസെ അവാർഡ് ജേതാവായ വാങ്ചുക്കിന്റെ ആഹ്വാനം. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്റെ ചൈനീസ് നിർമ്മിത ഫോൺ ഉപേക്ഷിക്കുമെന്നാണ് വാങ്ചുക്ക് പറഞ്ഞിരിക്കുന്നത്. 3 ഇഡിയറ്റ്സിൽ അമീർ ഖാൻ അവതരിപ്പിച്ച ഫുൻസുക് വാങ്ഡു എന്ന കഥാപാത്രം സോനം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വെള്ളിത്തിരയിലെത്തിയത്. തമിഴ്നാട്ടിൽ വിജയ് അവതരിപ്പിച്ച കൊസക്സി പസപ്പുകൾ എന്ന കഥാപാത്രവും വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടത് തന്നെ. നമ്മുടെ സൈനികർ അതിർത്തിയിൽ യുദ്ധം ചെയ്യുന്നു, അതേസമയം നമ്മൾ ചൈനീസ് ഹാർഡ്വെയറുകൾ വാങ്ങി ചൈനയ്ക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ടിക്ടോക്ക് തുടങ്ങിയ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു. നമ്മൾ അവർക്ക് നൽകുന്ന കോടികളുടെ വ്യാപാരത്തിലൂടെ അവർ സൈനികരെ ആയുധ സജ്ജരാക്കി നമുക്കെതിരെ പോരാടാനെത്തിക്കുന്നത് എത്ര അപഹാസ്യമാണെന്നാണ് വാങ്ചുക് ചോദിക്കുന്നത്. ഹിമാലയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള വീഡിയോയാണ് വാങ്ചുക് സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടത്. വലിയ പ്രചാരമാണ് ഈ വീഡിയോയ്ക്ക് ലഭിച്ചത്. ചൈന ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളെയാണ്. യാതൊരു മനുഷ്യാവകാശങ്ങളുമില്ലാതെ സർക്കാരിനെ വെറുതെ സമ്പന്നരാക്കാനുള്ള വെറും തൊഴിലാളികളായിട്ടാണ് ജനങ്ങളെ ചൈന കാണുന്നത്. അതായത് അറവുമാടുകൾക്ക് സമമായാണ് ജനങ്ങളെ അവർ കാണുന്നത്. ജനങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവസരം പോലും ചൈനയിലില്ല. പ്രതിഷേധിക്കുന്നവരെ കൊല്ലുന്നത് വളരെ ക്രൂരമായിട്ടാണ്. കോവിഡിന് ശേഷം ഫാക്ടറികൾ പൂട്ടി കയറ്റുമതികൾ നിലച്ചു, തൊഴിലില്ലായ്മ കുതിച്ചുയരുന്നു. ഇന്ത്യയിലെ 130 കോടി ജനങ്ങൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് ആഗോള തരംഗമാകും എന്നാണ് വാങ്ചുക് പറയുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഈ ട്രെൻഡ് ചൈനയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പോരാത്തതിന് കൊറോണ വൈറസ് തുറന്നുവിട്ട ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് 1000 കമ്പനികളടക്കമാണ് പറിച്ചു നടപ്പെടാൻ ഒരുങ്ങുന്നത്. ഇതും ചൈനയെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ് TV.